അങ്ങനെ 12 ദിവസങ്ങൾ നീണ്ട ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന് താൽക്കാലികമായ വിരാമം വന്നതായി ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ വരികയാണ്. ഇക്കാര്യം ഇസ്രയേൽ സ്ഥിരീകരിച്ചതായും അൽ ജസീറ പറയുന്ന റിപ്പോർട്ടിലുണ്ട്. വെടിനിർത്തൽ ആരംഭിച്ചതായി ഇസ്രായേലി ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റിയും വ്യക്തമാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഇറാന്റെ പ്രസ് TV പറയുന്നത് പ്രകാരം അമേരിക്ക തങ്ങളുടെ കാല് പിടിക്കുകയായിരുന്നു എന്നും ഏതെങ്കിലും തരത്തിലുള്ള കരാറുകളിലോ ധാരണകളിലോ തങ്ങൾ ഒപ്പുവെച്ചിട്ടില്ല എന്നും ഇസ്രയേൽ വെടിനിർത്തുകയാണെങ്കിൽ ഞങ്ങളും വെടിനിർത്താം എന്ന കേവല ധാരണ മാത്രമാണ് ഇതിന് പിറകിലുള്ളത് എന്നതും ഇപ്പോൾ ഇറാന്റെ പ്രസ് TV മുന്നോട്ട് വരികയാണ്. പരസ്യ പ്രസ്താവനകൾ നടത്തരുത് എന്ന് മന്ത്രിമാരോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശിച്ചതായി ഇസ്രായേൽ റേഡിയോയും റിപ്പോർട്ട് ചെയ്യുന്നു. വെടിനിർത്തൽ ആരംഭിച്ചതായി ഇറാനിയൻ പ്രസ് TVയുടെ റിപ്പോർട്ടും ഇതോടനുബന്ധിച്ച് സ്ഥിരീകരിക്കപ്പെട്ടു വന്നിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇറാനും ഇസ്രായേലിനുമിടയിൽ വെടിനിർത്തലിനെ കുറിച്ച് ആദ്യം പ്രഖ്യാപിക്കുന്നത്. 2 ഘട്ടങ്ങളിലായി സമ്പൂർണ്ണ വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും സമ്മതം അറിയിച്ചതായാണ് ട്രംപ് പറഞ്ഞത്. ഇറാനാണ് ആദ്യം വെടിനിർത്തുക എന്നും 12 മണിക്കൂറിന് ശേഷം ഇസ്രായേലും വെടിനിർത്തുമെന്നുമാണ് ട്രംപ് വിശദമാക്കിയത്. ഖത്തറിലെ US വ്യോമതാവളം ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഇസ്രായേലിനും ഇറാനിനുമിടയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തു. എന്നാൽ ട്രംപിന്റെ നിർദ്ദേശത്തിന് ശേഷവും ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം നടത്തി. ഇന്ന് പുലർച്ചെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാന് നേരെയായിരുന്നു ആക്രമണം. പിന്നാലെ ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടു. ആക്രമണത്തിൽ ചുരുങ്ങിയത് 8 പേരെങ്കിലും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. നിരവധി പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. വെടിനിർത്തൽ സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നേരിട്ട് ആശയവിനിമയം നടത്തിയതായി വൈറ്റ് ഹൗസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവർ നേരിട്ടും അല്ലാതെയും ഇറാനുമായും ആശയവിനിമയം നടത്തി. അതേസമയം ട്രംപിൻ്റെ വെടിനിർത്തൽ സംബന്ധിച്ച് അറിയില്ല എന്നാണ് ഇറാൻ പ്രതികരിച്ചത്. യുദ്ധം തുടങ്ങിവെച്ച ഇസ്രായേൽ തന്നെ ആദ്യം ആക്രമണം അവസാനിപ്പിക്കട്ടെ എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. വെടിനിർത്തൽ സംബന്ധിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിയുടെ പ്രതികരണം ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയതുപോലെ ഇസ്രായേലാണ് ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചത്, ഞങ്ങളല്ല ആക്രമണം തുടങ്ങിവെച്ചത്. ഇപ്പോൾ വെടിനിർത്തൽ സംബന്ധിച്ചോ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനോ ഒരു കരാറും ഇല്ല. എങ്കിലും ഇറാൻ ജനതയ്ക്കെതിരായ നിയമവിരുദ്ധമായ ആക്രമണം ഇസ്രായേൽ ഭരണകൂടം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങളും ആക്രമണം തുടരാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ സൈനിക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം പിന്നീടെടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഏതായിരുന്നാലും ഔദ്യോഗികമായി വാർത്താ ഏജൻസികളെല്ലാം ഇത്തരക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ളൊരു കരാറിൽ ഒപ്പ് ഇവർ വെച്ചിട്ടില്ല. പകരം ഇസ്രായേൽ ആദ്യം വെടിനിർത്തുകയാണെങ്കിൽ ഞങ്ങളും വെടിനിർത്താം എന്നതാണ് ഇറാൻ്റെ നിലപാട്. ആ തത്വപ്രകാരം ഏകദേശം വെടിനിർത്തൽ അവസാനിച്ചു എന്ന് ഇസ്രായേലിൻ്റെ ഭാഗം ട്രംപ് വ്യക്തമാക്കുമ്പോൾ തത്വത്തിൽ അത് വെടിനിർത്തൽ തന്നെയായി ഇറാനും അംഗീകരിച്ചേക്കാം.